ദൃശ്യം 3 ഇറങ്ങിയിട്ട് എല്ലാവരും പോയി കണ്ടായിരുന്നോ? ഞങ്ങൾ ഇന്ന് ഈവനിങ് ആണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ടാക്കണം. അതേപോലെ തന്നെ വൈകിട്ട് വന്നിട്ട് കഴിക്കാൻ നമ്മൾ വൈകിട്ട് ഓട്സും പിന്നെ എന്തെങ്കിലും ഉപ്പേരിയാണ് കഴിക്കാറ്. അതുകൊണ്ട് ആ ഉപ്പേരിയും കൂടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ വന്നിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ അത് ആദ്യമേ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിനുള്ള ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് ഈ ഗോതമ്പ് പൊടിയുടെ നൂൽപുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഈ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൽ പറഞ്ഞായിരുന്നു നമ്മൾ തിളപ്പിച്ച വെള്ളം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അടുപ്പില് ലഞ്ചിനുള്ള പച്ചക്കറി എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനാദ്യം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഈ അമരപ്പയർ തോരൻ ഉണ്ടാക്കുന്നത്. ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ അമരപ്പയറും സവാളയും കൂടെ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ജോലി എളുപ്പമാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് സോൾട്ടും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെക്കുക. പിന്നെ വേറെ ഒരു പണിയുമില്ല, സിമ്പിൾ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ തിരക്കൊക്കെ പിടിച്ച് എവിടേക്കെങ്കിലൊക്കെ പോവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതവിടെ ഇരുന്ന് ആയിക്കോളും. സ്ലോവിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ ബാക്കിയുള്ള പണികൾ നടക്കുകയും ചെയ്യും, അപ്പുറത്ത് നമ്മുടെ ലഞ്ചിനുള്ള കറി ആവുകയും ചെയ്യും കേട്ടോ. സോ നമ്മൾ നൂൽപ്പൊടിയിൽ ഒഴിച്ച് തിളച്ച വെള്ളമൊക്കെ ചൂടൊക്കെ ഒന്ന് പതിയെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് എല്ലാത്തിലും ഞാൻ എണ്ണ വരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗണ്ണുണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത് നൂൽപുട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗണ്ണില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്, അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് അതിൽ ഫിക്സ് ആയിക്കോളും. പിന്നെ ഇതിൽ 3 ബട്ടൺ ഉണ്ട്, ഓൺ, പിന്നെ റിട്ടേൺ, പിന്നെ സെൻട്രലോട്ട് ആക്കിയാൽ ഓഫ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൺ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ അത് നമ്മളൊന്നും ചെയ്യണം, ജസ്റ്റ് ആ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് മാവ് അതിലുള്ളത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് റിട്ടേൺ കൊടുക്കുക. 6 എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇതുണ്ട് താഴേക്ക്, അത് അമർത്തി കൊടുത്താൽ ഇത് തനിയെ കണ്ടോ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ചെയ്യാം, വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് പണി എളുപ്പമാക്കാൻ പറ്റിയ പുതിയ പുതിയ ടെക്നോളജീസ് അല്ലേ. ഇത് ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ അമരപ്പയർ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാന്ന്. അപ്പോഴേക്കും ഞാൻ രണ്ടാമത്തെ ട്രിപ്പിനുള്ള മാവ് അതിൽ ഫില്ല് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അടിയിലൊന്നും പിടിക്കരുതല്ലോ, കരിഞ്ഞു പോകരുതല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ അമരപ്പയർ സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഒന്നും കൂടെ ഞാൻ അടുത്ത മാവ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഓൺ ബട്ടൺ കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ തന്നെ വരും. പിന്നെ അത് മാവ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ നമ്മൾ 6 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ വന്നിട്ട് നമുക്ക് ഇതേപോലെ അഴിച്ചെടുത്ത് വീണ്ടും മാവ് ഫില്ല് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. കഴുകാനും വേറെ പ്രശ്നമൊന്നുമില്ല, കഴുകാനും സിമ്പിൾ ആണ് കേട്ടോ. നമ്മുടെ ഈ നൂൽപുട്ട് മേക്കറിന്റെ ലിങ്ക് ഫേസ്ബുക്കിൽ ഈ വീഡിയോന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ അതിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. പിന്നെ കറി ആയിട്ടുള്ളത് ഗ്രീൻ പീസും പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഞാൻ ഇന്നലെ മസാലക്കറി വെച്ചായിരുന്നു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ശരി, ടാറ്റ ബൈ ബൈ, സീ യു.